ശ്രീ ഗുരു യോഗവിദ്യാ ഗുരുകുലം വളരെ യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. യാതൊരുവിധ പ്ലാൻ ചെയ്ത് അത് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സ്ഥാപനം എന്നല്ല. വളരെ സ്വാഭാവികമായി ശ്രീ ഗുരു യോഗവിദ്യാ ഗുരുകുലത്തിൻ്റെ ഉദ്ദേശം, ഞാൻ പഠിച്ചതൊരു ഗുരുകുല സമ്പ്രദായത്തിലാണ്. അപ്പോൾ ഞാനവിടെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഗുരു, എന്നെ പഠിപ്പിക്കുന്ന സന്യാസിമാരൊക്കെ എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല. അല്ലാതെ ഞാൻ അവിടുത്തെ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ വിദ്യ പഠിച്ചത്. ഈ വിദ്യ മാത്രമല്ല, യോഗ മാത്രമല്ല, ആയുർവേദ ചികിത്സയൊക്കെ പഠിച്ചത് പഠിപ്പിച്ച ആളുടെ എൻ്റെ ഗുരുക്കന്മാരുടെ അനേകം ഗുരുക്കന്മാരുണ്ട്. അതിൽ അവരുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു ഗുരുക്കന്മാരുടെ കുലത്തിൽ, അവരുടെ വീടുകളിൽ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവർ നമ്മളെ പഠിപ്പിച്ചു തരണ സമയത്തും എനിക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്. കാരണം എനിക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ട്. ഞാൻ അവിടുത്തെ ഓരോ കർമ്മങ്ങളും എൻ്റെ സ്വന്തം കർമ്മങ്ങളായിട്ട് തന്നെ കണ്ടാണ് ഞാൻ അവിടെയൊക്കെ നിന്നിട്ടുള്ളത്. ഞാൻ ആയുർവേദം പഠിച്ചത് തേവരയിലാണ്, എറണാകുളം തേവര. ഡോക്ടർ അജിത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ അവിടെ അദ്ദേഹത്തിൻ്റെ ആയുർവേദ ആശുപത്രിയില്ല, അതൊരു വീടും കൂടിയിട്ടാണ്. ചികിത്സ വീടിൻ്റെ ബാക്കിൽ സൈഡിലാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചേച്ചി, പിന്നെ പാലക്കാടുള്ള എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ. ഫാമിലി ഇടയ്ക്കേ വരുള്ളൂ, ഫാമിലിയൊക്കെ ആലപ്പുഴയിലായിരുന്നു. അവിടെ നിന്നിട്ടാണ് ഞാൻ ആയുർവേദ ചികിത്സ പഠിച്ചത്. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് സാറ് വളരെ ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരിക. ഒരു കോഴ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും കോഴ്സ് എടുക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഡോക്ടർ വിടുകയാണ് ചെയ്യുക. അപ്പം നമുക്കൊരു ആ സമയത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നും. കാരണം നമ്മളിത് പഠിക്കാൻ വന്നിട്ട് ആ തിയറി ക്ലാസ് നമുക്കത് ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്ന സമയത്താവും പോയിട്ട് എന്തെങ്കിലും മേടിച്ച് വരാനൊക്കെ പറയാം. അപ്പോൾ ആ ഫ്ലോ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ അവരില്ലാത്ത സമയത്ത്, ഓരോ ചികിത്സയൊക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടറുടെ കൂടെ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഡോക്ടർ ലക്ഷ്യം വെച്ചിരുന്നത്. നമ്മളെ അത്രയും സ്നേഹിച്ചിരുന്നു. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയില്ലല്ലോ, കുറേ കഴിയുമ്പോഴല്ല അറിയാം. അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാക്ടിക്കൽ സെക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പിന്നീട് യോഗ തെറാപ്പി സെക്ഷൻ എടുക്കുന്ന സമയത്തും ആയുർവേദ ചികിത്സ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, യാതൊരുവിധ പ്രതിഫലം ഇച്ഛിക്കാതെ, എന്നിൽ നിന്നൊന്നും എന്നെ പഠിപ്പിക്കുന്ന സന്യാസിമാർക്ക്, സ്വാമിമാർക്ക് കിട്ടാൻ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആശ്രമത്തിൽ യോഗ പഠിക്കുന്ന സമയത്തും അതെ, ആശ്രമത്തിലെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ബാംഗ്ലൂരും ഗോവയിലും ബോംബെയിലൊക്കെ അതുപോലെ ഋഷികേശിലൊക്കെ ഞാൻ നിന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല എന്ന് അറിഞ്ഞിട്ടും എനിക്ക് നന്നായിട്ട് വിദ്യ പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ എന്നിൽ നിന്നും ഒരു സ്നേഹം, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ അവർക്ക് എന്ത് ചെയ്താലും പോരാ, അങ്ങനെ ഒരു കടപ്പാട് നമുക്ക് പറയില്ലേ, അങ്ങനൊരു വൈബ്രേഷൻ എനിക്ക് എപ്പോഴും ആ സ്ഥാപനത്തിനോടും ആ ഗുരുകുലത്തിനോടും പഠിപ്പിക്കുന്ന സന്യാസിമാരോടും ഗുരുക്കന്മാരോടും ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് പരിപൂർണമായിട്ട് അവരിൽ ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം അപ്പോഴേക്കൊക്കെ നമ്മളോടൊന്ന് പോകുന്നു, പിന്നീട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ആ രീതി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സുകൾ നിലവിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എടുത്തു വരുന്നത്. ഞാൻ മണപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്തും അവിടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അവിടെ സാറിനായാലും ഫാമിലിക്കായാലും എല്ലാവർക്കും, അതുപോലെ വരുന്ന അവിടുത്തെ ആളുകൾക്കൊക്കെ ക്ലാസ് എടുത്തിരുന്നതും അവിടെ ചെയ്തിരുന്ന കർമ്മങ്ങളും, അവിടെ യോഗ സെൻ്ററുകൾ പണിയുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഒരു കർമ്മമാണ് ചെയ്യുന്നത്, ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് പിന്നീട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകുന്നൊരു കേന്ദ്രത്തിനാണ് തുടക്കമിടുന്നത്, ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഉള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ ഒരു വൈബ്രേഷനിലാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതെല്ലാം എൻ്റെ ഗുരുക്കന്മാർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു കടപ്പാട് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരുന്നത്. അത് ലൈഫ് ലോങ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ
നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴും. അപ്പോൾ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 21 നമ്മളിപ്പോൾ കഴിഞ്ഞ 10 ദിവസത്തെ പ്രോഗ്രാമുകൾ നടത്തി. അത് ഓരോ ദിവസം വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ല, നഷ്ടം മാത്രമാണ്. പക്ഷെ എന്നാലും നമുക്കതിലൊരു സംതൃപ്തി ഉണ്ടായിരുന്നു, ഒരു സുഖം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് വളരെ പാഷനായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിനെയാണ് പാഷൻ എന്നൊക്കെ പറയണത് കേട്ടോ. കാരണം നമുക്ക് എത്ര ചെയ്താലും മടുക്കില്ല, പ്രതിഫലം കിട്ടും ഇല്ല, പ്രതിഫലം കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും നമുക്ക് ആ സന്തോഷത്തിനൊരു കുറവില്ലാത്ത ചെയ്യാൻ പറ്റുന്ന കർമ്മത്തിനാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു രാവും പകലും ഒക്കെ ഫുൾ ടൈം നമ്മളിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗുരുക്കന്മാരേനെയാണ് നമുക്ക് ഓർമ്മ വന്നിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കാനും ഇങ്ങനെ ഈ സബ്ജക്റ്റിൽ മുഴുവൻ സമയമായിട്ട് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കാൻ പറ്റുന്നത്. വളരെ ചെറുപ്പം മുതൽ ഇത്രയും വർഷമായിട്ടും നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കണം. ഒരു ഫീസ് എനിക്ക് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു സാലറി എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ കർമ്മത്തിൽ യാതൊരുവിധ കള്ളത്തരവും ഞാൻ ചെയ്യാറില്ല. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇന്നും ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു ശൈലി അതാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തുടങ്ങുന്ന യോഗ സെൻറ്ററിനെ ഒരു സെൻറ്റർ എന്നുള്ള പേര് പോരാ, അതിനൊരു എൻ്റെ ഗുരുകുലം എന്നുള്ള രീതിയിൽ ആണല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗുരുകുലം, ആ ഒരു ഓർമ്മയിൽ എൻ്റെ ഗുരുകുലത്തിന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സിസ്റ്റത്തിൽ എൻ്റെ വീടിൻ്റെ മുകളിലാണ് സ്ഥാപനം ഉള്ളത്. പിന്നെ ഒന്ന് ഗുരുവായൂർ കിഴക്കേ നടക്കലാണ്. ഇത് രണ്ടും ഓരോ വീടുകളുടെ മുകളിലാണ്. ഗുരുവായൂർ ഞാൻ പഠിപ്പിക്കുന്ന ഒരു അച്ചാച്ചനുണ്ട്, പ്രായമുള്ള ഒരാളുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ ഇടാറുണ്ട്. ഒരു 88 വയസ്സായിട്ടുള്ള ഒരാളാണ്. ഒരു 2 വർഷം ആവാറായി ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പ്രാണായാമം, മെഡിറ്റേഷൻ രീതികളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലാണ് നമ്മൾ. രണ്ടും ഓരോ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യ ശക്തികൾ ഉണ്ടാവില്ലേ, ഒരു പരമ്പരയുടെ ഒരു വൈബ്രേഷൻ, അദൃശ്യമായിട്ടുള്ളൊരു വൈബ്രേഷൻ. അങ്ങനെയാണ് ഇതൊക്കെ എൻ്റെ സ്ഥാപനങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്. ആ വൈബ്രേഷനെ ഞാൻ എന്നും സ്വീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ് എനിക്കിപ്പോൾ ഓർമ്മ പറയുന്നത്. എനിക്കിപ്പോൾ എന്നല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവത്ഗീത വളരെ യാദൃശ്ചികമായിട്ട് ഭഗവത്ഗീത പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ വായിക്കുക, അത് മനസ്സിലായിട്ടൊന്നല്ല. പക്ഷെ അതിൽ വായിക്കുന്ന സമയത്ത് എന്നെ ആകർഷിച്ച ഒരു ശ്ലോകമുണ്ട്. പിന്നെ അതിൽ എല്ലാ അധ്യായത്തിലും യോഗ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. യോഗം, അർജുന വിഷാദ യോഗം, കർമ്മയോഗം, അതുപോലെ സാഖ്യയോഗം, വിജ്ഞാന യോഗം, അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒക്കെ യോഗ. എല്ലാറ്റിൻ്റെ അവസാനം ഇത് യോഗശാസ്ത്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമർപ്പണ ശ്ലോകമൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താണ് യോഗ അത് അറിയണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ശ്ലോകങ്ങളിലൂടെ അങ്ങനെ പോണ സമയത്ത് എന്നെ ആകർഷിച്ച ഒരു ശ്ലോകമുണ്ട്. ഇതുപോലെ പല ആളുകളുടെ വീഡിയോസ് ഞാൻ കാണുന്ന സമയത്ത് ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളും പല ആളുകളെയും വളരെ ആകർഷിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനും അവരൊക്കെ ആ ലെവലിലേക്ക് എത്തിയതൊക്കെ ആ ശ്ലോകം സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ആകർഷിച്ച ഒരു ശ്ലോകം ഞാൻ പറയാം. അത് ഇതായിരുന്നു. ആത്മസംയമ യോഗത്തിലെ 6 അധ്യായത്തിലെ ആദ്യ ശ്ലോകം. ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അനാശ്രിത കർമ്മഫലം. അനാശ്രിത കർമ്മഫലം എന്നുള്ളൊരു വാക്ക് കാര്യം കർമ്മം കരോതിയ. അപ്പൊ ഈ അനാശ്രിത കർമ്മഫലം എന്നുള്ളത് അതിൻ്റെ അർത്ഥം നോക്കുന്ന സമയത്ത് കർമ്മത്തിന്റെ അനാശ്രിത കർമ്മഫലം, ഫലം ആഗ്രഹിക്കാതെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യാം. ആ വാക്ക് ശരിക്കും നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെ പറ്റുക എന്നുള്ളത് അങ്ങനെ ആണ് ഒരു ചിന്ത ഉണ്ടായിരുന്നു. എങ്ങനെ പറ്റുക, ഒരു ഫലം ഇച്ഛിക്കാതെ നമുക്കങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത. അപ്പൊ അനാശ്രിത കർമ്മഫലം എന്നുള്ളൊരു വാക്ക് കർമ്മത്തിന്റെ ഫലത്തിനെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യാം എന്ന് പറയുന്ന ആ ശ്ലോകം ശരിക്കും നമ്മളെ നന്നായിട്ട് ആകർഷിച്ചിരുന്നു. അപ്പോൾ ഒരു സുഖമെന്ന ഒരു വികാരത്തിന് അടിമയാകാൻ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആരോട് ചോദിച്ചാലും നമ്മൾ സുഖാണോ എന്നാണ് എല്ലാവരോടും ചോദിക്കുക. അപ്പൊ എല്ലാവരോടും ലക്ഷ്യം വെക്കുന്നത് സുഖമാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ്. എന്നാൽ യഥാർത്ഥ സുഖം എന്താണെന്നൊന്നും അറിയില്ല, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ഇതാണ്
സുഖാണോ? അപ്പോൾ ചിലവരിങ്ങനെ ആ സുഖാണെന്ന് പറയും, ചിലവരിങ്ങനെ കുഴപ്പമില്ല എന്ന് പറയും, ചിലവരിങ്ങനെ പോകണമെന്ന് പറയും. എന്തായാലും വളരെ എനിക്ക് ഭയങ്കര സുഖാട്ടോ അങ്ങനെ പറയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സുഖാട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും നമ്മൾ. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ്. പക്ഷെ എന്നാൽ എനിക്ക് ഭയങ്കര സുഖാട്ടാ അങ്ങനെ ആരും പറയണില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊരു മെൻ്റൽ രോഗിയുടെ ലക്ഷണം പോലെയാണ് പറയണത്. അപ്പോൾ ഒരു ഏവറേജിൽ ഇങ്ങനെ ആ കുഴപ്പമില്ല അല്ലെങ്കിൽ സുഖമാണെന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് നിലവിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്യം വെക്കുന്നത് സുഖാണ്. അപ്പോൾ ഇവിടെ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മം കരോതിഹ ച സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയ എന്ന ഒരു ശ്ലോകം ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകമാണ്. അപ്പോൾ അത് വളരെ അധികം എന്നെ ആകർഷിച്ചു. അതുപോലെ ഉദ്ധരേതാത്മനാത്മാനം ശ്ലോകമൊക്കെ നല്ല ശ്ലോകങ്ങളാണ്. അതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ ഉദ്ധരേത് ഉയർത്തണമെങ്കിൽ ആത്മാവിനെ കൊണ്ട് തന്നെ ഉയർത്താൻ പറ്റുള്ളൂ. ആ ശ്ലോകമൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. യുക്താഹാര വിഹാരസ്യ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹാവീർ തുടങ്ങിയ അനേകം ശ്ലോകങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ട് ഭഗവത്ഗീതയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ധ്യാനയോഗത്തിലെ 6-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകമാണ്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മം കരോതിഹ ച സന്യാസി ച യോഗി ച നിരാഗ്നിർന ചാക്രിയ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു ചെറുപ്പത്തില് എങ്ങനെയാണ് കർമ്മം ചെയ്യണ സമയത്ത് യാതൊരുവിധ ഫലവും ഇച്ഛിക്കാതെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യാം. അത് ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും കർമ്മം ചെയ്യുമ്പോൾ വൈകിട്ട് കൂലി കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാസത്തിൽ ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളെ വളർത്തുമ്പോൾ തന്നെ നീ വളർന്ന് വലുതായിട്ട് അച്ഛനെ തിരിച്ചു നോക്കണം, അമ്മേനെ തിരിച്ചു നോക്കണം, അല്ലെങ്കിൽ ഇന്നത് വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ കേൾക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യണത് എന്നാണ്. അപ്പം എങ്ങനെയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യാം? അപ്പം അങ്ങനെ നമ്മൾ ആ സാധനം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ യാത്രകൾ ഉണ്ടായി. ഈ പറയുന്ന പോലെ ആയുർവേദത്തിൻ്റെ പഠനം, യോഗ തെറാപ്പിയുടെ പഠനം, പ്ലസ് ആ ഒരു ഹീലിംഗ് മെഡിറ്റേഷനിലെ ആ ഒരു അനുഭവം കിട്ടിയപ്പോഴാണ് ആ ഒരു ഫീലിംഗ് ശരിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ യോഗയിൽ മുഴുവൻ സമയം നിൽക്കുന്നതും ഇതന്നെ ഉപജീവനമാർഗ്ഗമാക്കാൻ തീരുമാനം എടുക്കുന്നതും അത് മാത്രമായിട്ട് അങ്ങനെയായിട്ട് മുന്നോട്ട് പോകും. എത്ര പ്രതിസന്ധി വന്നാലും ഈ സബ്ജക്റ്റ് തന്നെ മതി എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നതും ഒക്കെ ഈ ആ ഒരു ഫീലിംഗ് കിട്ടിയപ്പോഴാണ്. ഈ ഫീലിംഗ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ യാതൊരുവിധ ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുമ്പോൾ എനിക്കൊന്നും അവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത എന്നിലുള്ള സമയത്ത് ഞാനത് ആ ഫീല് അനുഭവിക്കുകയാണ്. എന്ത് ചെയ്താലും എനിക്ക് അങ്ങോട്ട് അവർക്കൊരു തൃപ്തി വരുന്നില്ല. ഇപ്പോഴും എൻ്റെ ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ അവർക്ക് ഞാൻ എന്ത് ചെയ്താലാണ് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നമുക്ക് പറ്റണ സമയത്ത് അവരിട്ട് ഇല്ല, ഇനിയും അവരെ നമ്മളുടെ കൂടെ ഇല്ല. അപ്പോൾ നമ്മളിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അവർ നമ്മളെ സ്നേഹിച്ച് നമ്മളുടെ കൂടെ നിർത്തി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയൊന്നും അല്ല കേട്ടോ, അന്യന്മാരാണ് അവർ, പുറമേ ഉള്ള ആളുകൾ. ഇത് കഴിഞ്ഞ് ആ ഒരു ഫീല് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ ഗുരുക്കന്മാരെ ആലോചിച്ച് അവരുടെ കർമ്മവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണക്ഷൻ എന്ന് പറയുന്നത്, ഈ യോഗ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് യഥാർത്ഥ യോഗ്യമായ അവസ്ഥ യാതൊരുവിധ ഫലവും ഇച്ഛിക്കാതെ നമ്മൾ ആരെങ്കിലും സഹായിക്കുക. എനിക്ക് തോന്നുന്നത് അതാണ് ശരിക്കും നല്ല യഥാർത്ഥ യോഗിയുടെ ലക്ഷണം, അല്ലെങ്കിൽ യഥാർത്ഥ യോഗാവസ്ഥ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാരൊക്കെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ, വളരെ ആത്മാർത്ഥമായിട്ട് രാത്രിയും പകലും ഒക്കെ മുഴുവൻ സമയം അതാവും ശങ്കരാചാര്യ മാതൃപഞ്ചകത്തിലെ ആസ്ഥാം താവതീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകല്ലേ, ആസ്ഥാം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത
നൈരുജ്യം തനുശോഷണം മലമയീശയ്യാച്ച സംവത്സരി ഏകസ്യാഭിന ഗർഭഭാരഭരണ ക്ലേശസേ ക്ഷമ ധാതും നിഷ്കൃതി മുന്നതോപിതനയാ തസ്യ ജനന്യേ നമഃ എന്നൊക്കെ പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ. ആ ജനനി ജനിപ്പിച്ചവള് ഈ ലോകത്ത് ഏറ്റവും വലിയവളാണ്, അമ്മയ്ക്ക് പകരമൊന്നുമില്ല. അതാണ് ഈ മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ അല്ല, മാതാ മാതാ മാതാ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ആദ്യം മാതാ പിതാ ഗുരു ദൈവം നമസ്കരിച്ചിട്ട് വന്ദിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻ, ഈ ഒരു വൈബ്രേഷനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അദൃശ്യമായിട്ടുള്ള, അതിനൊക്കെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, യഥാർത്ഥ യോഗാവസ്ഥ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എല്ലാ യോഗ പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ശീലിക്കേണ്ടത്. അത് പഠിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റില്ല. അതൊരു ബുക്കിൽ നിന്നും പഠിക്കാൻ പറ്റില്ല, ആരിൽ നിന്നും പഠിക്കാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ യോഗ്യതരായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ ആവശ്യക്കാരാണ്, നമ്മളിൽ നിന്നും ഒന്നുമില്ലെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരും. എനിക്കൊക്കെ അങ്ങനെ ഉണ്ട്. എൻ്റെ ഒന്നുമില്ലാത്ത സമയത്ത് എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളുടെ തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹം അവർ ടെസ്റ്റ് ചെയ്യുക. അവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടോ, ബാത്റൂം കഴുകുന്നുണ്ടോ, അടുക്കളയിലത്തെ പണികൾ ചെയ്യുന്നുണ്ടോ, അവിടെ അടിച്ചു വരുന്നുണ്ടോ, തുടയ്ക്കുന്നുണ്ടോ, ആ തുടയ്ക്കുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവർ നോക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളത് ഇങ്ങനെ ഗുരു കാണാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് വളരെ ആത്മാർത്ഥമായിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് കിട്ടും. അത് ഒരാളിൽ നിന്നല്ല. ഒരു ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നല്ല. അപ്പം ഞാൻ ഇത് പഠിപ്പിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗുരു ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ആളുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അത് ഒരുപാട് ആളുകളുടെ മുഖങ്ങൾ ഓർമ്മ വരും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ചില സമയത്ത് നമ്മൾ ശരിയാണെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റി പറയും. വേറെ അറിവ് നേടുന്ന സമയത്ത് നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശ്രീഗുരു യോഗവിദ്യാ ഗുരുകുലത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പറയുമ്പോൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. നമുക്കിങ്ങനെ 3 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വിഷയം വളരെ നമുക്ക് പിടുത്തം കിട്ടാത്തൊരു വിഷയമാണ്. വൈബ്രേഷനെ കുറിച്ചൊക്കെ എങ്ങനെ പറയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു യോഗ സെൻറ്റർ തുടങ്ങിയപ്പോൾ അതിന് ഗുരുകുലം എന്നുള്ള ഒരു പേരിടാനുണ്ടായ ഒരു കാരണം. ചുരുക്കത്രേ ഉള്ളൂ, നമ്മളൊരാൾക്ക് സഹായം ചെയ്യുന്ന സമയത്ത് അവർ പോലും അറിയാതെ, നമ്മളൊന്നും അറിയാതെ, ഈ സഹായം സ്വീകരിച്ച ആളിൽ നിന്നും നമ്മളിലേക്ക് വരുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു അനുഭൂതിയാണത്. അത് അനുഭവിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ യഥാർത്ഥ യോഗ്യയായി എന്നാണ് എനിക്ക് പറയാനുള്ളത്.